കോട്ടയം കുമ്മനത്ത് 3 മാസം പ്രായമുള്ള കുഞ്ഞിനെ വിൽക്കാൻ ശ്രമം. അസം സ്വദേശിയായ പിതാവ് ഉൾപ്പെടെ 3 പേരെ കുമരകം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഈരാറ്റുപേട്ടയിൽ താമസിക്കുന്ന UP സ്വദേശിക്കാണ് കുഞ്ഞിനെ വിൽക്കാൻ ശ്രമിച്ചത്. 50,000 രൂപയ്ക്കാണ് വിൽപ്പന നടത്താൻ തീരുമാനിച്ചതെന്നും കുഞ്ഞിന്റെ അമ്മ എതിർത്തതോടെ ശ്രമം പരാജയപ്പെട്ടെന്നും പോലീസ് പറഞ്ഞു. കൺസ്ട്രക്ഷൻ നടക്കുന്ന അവിടുത്തെ പണിയുടെ സൈറ്റിലെ പണിക്കാർ വന്നിട്ട് ഇന്നലെ കുട്ടീനെ വിൽക്കാനായിട്ട് വാങ്ങാനുള്ള ആൾക്കാർ ഇന്നലെ റൂമിൽ വന്നിരുന്നു. ഇവരാരും ഇല്ലായിരുന്ന സമയത്ത് അവിടെ ഒരു വീട്ടിൽ 12 പേരാണ് ഒരു വീട്ടിൽ മൊത്തം താമസിക്കുന്നത്. അതിൽ ഒരു ഫാമിലിയും കൂടെ ഉണ്ട്. അപ്പം ഇവരാരും ഇല്ലായിരുന്ന സമയത്ത് പുറത്തുനിന്ന് 2 പേര് വന്ന് കുട്ടിയെ വാങ്ങാൻ വേണ്ടി വന്നിരുന്നു എന്നും അവിടെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായെന്നും കുട്ടിയുടെ മാതാവ് റെസിസ്റ്റ് ചെയ്ത് കുട്ടീനെ പ്രൊട്ടക്റ്റ് ചെയ്ത് അങ്ങനെ ഒരു ബഹളമൊക്കെ വെച്ച് അവർ പോയി എന്നും പറഞ്ഞു. അപ്പോൾ അതിന് അവർ രാത്രിയിൽ ഈ പുറത്ത് പോയിരുന്ന പണിക്കാരെല്ലാവരും കൂടി ചെന്ന് വസ്തുത അന്വേഷിച്ചതിന് ശേഷം ഇന്ന് രാവിലെ അത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ 3 പേരും കൂടി ആ വീട്ടിൽ ചെന്ന് വസ്തുത അന്വേഷിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ മാതാവ് ഞങ്ങളോടത്ത് വളരെ കരഞ്ഞുകൊണ്ട് തന്നെ വിവരം പറഞ്ഞു ഇന്നപോലെ കൊടുക്കുക. അപ്പോൾ കുട്ടിയുടെ പിതാവ് അകത്ത് കിടന്ന് ഉറക്കമായിരുന്നു. നമ്മളാളെ ഉണർത്താതെ പോലീസിൽ ഇൻഫോം ചെയ്തു. കുമരകം പോലീസിൽ നിന്ന് ആൾ വന്ന് ചുറ്റുപാടും ഉള്ള നാട്ടുകാരും എല്ലാവരും കൂടെ വന്നു. പോലീസ് അവിടെ വന്ന് അന്വേഷണം നടത്തിയപ്പോൾ വസ്തുത ഉണ്ടെന്ന് മനസ്സിലായി. അതിനുശേഷം അവർ നടത്തിയ അന്വേഷണത്തിൽ വാങ്ങാൻ വന്നയാളെയും അതിന് ഇടനിലക്കാരനായി നിന്ന 2 പേര്, ഇതിൽ വാങ്ങാൻ വന്ന ആളും ഇടനിലക്കാരും UP സ്വദേശികളാണെന്നാണ് അറിഞ്ഞത്. കുട്ടിയുടെ മാതാപിതാക്കൾ അസം സ്വദേശികളാണ്. ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, ഈ കുട്ടിയുടെ അമ്മ തൊഴിലുടമയെ വിവരം അറിയിച്ചപ്പോഴാണോ ഈ വിവരം പോലീസും അറിയുന്നതും തുടർന്ന് പ്രതികൾ പിടിയിലായതും? ദിവ്യ, ഇന്നലെ വൈകിട്ടാണ് കുമ്മനത്ത് താമസിക്കുന്ന ഈ കുടുംബം പിതാവ് കുട്ടിയെ വിൽക്കാനായി ഉള്ള ഇടപാടുകൾ നടത്തിയത്. അതിനായി UP സ്വദേശിയിൽ നിന്നും 1000 രൂപ അഡ്വാൻസ് വാങ്ങുകയും ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച് ഉള്ള ഇടപാടുകൾക്കിടയിൽ കുട്ടിയുടെ അമ്മ എതിർപ്പറിയിച്ചു. തുടർന്ന് കൂടെ താമസിക്കുന്ന ഇവർ തൊഴിലാളികൾ താമസിക്കുന്നിടത്ത് മറ്റു ഇതര സംസ്ഥാന തൊഴിലാളികളും ഉണ്ടായിരുന്നു. ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ തൊഴിലുടമയെ വിവരം അറിയിക്കുകയും തൊഴിലുടമ നേരത്തെ പരാമർശിച്ചതുപോലെ മറ്റു ആളുകളുമായി വന്ന് ഈ വിവരം അന്വേഷിക്കുകയും പോലീസിൽ വിവരം അറിയിക്കുകയുമായിരുന്നു. അങ്ങനെയാണ് ഈ വിവരം പുറത്ത് പോകുന്നത്. പോലീസ് പറയുന്നത് ഈ അസം സ്വദേശികളായ ദമ്പതികൾക്ക് 2 കുട്ടികളാണുള്ളത്. അതിൽ മൂത്ത കുട്ടിക്ക് 4 വയസ്സുണ്ട്, പെൺകുട്ടിയാണ്. ഇളയ കുഞ്ഞിന് 3 മാസം മാത്രമാണ് പ്രായം. ഈ ആൺകുട്ടിയാണ് UP സ്വദേശികൾക്ക് വിൽക്കാൻ ശ്രമിച്ചത്. UP സ്വദേശികൾക്ക് 3 പെൺകുഞ്ഞുങ്ങൾ മാത്രമാണുള്ളത്. അവർക്ക് ഒരു ആൺകുഞ്ഞിനെ വേണമെന്നുള്ള ആവശ്യം അറിയിക്കുകയായിരുന്നു കുട്ടിയുടെ പിതാവിനെ. കുട്ടിയുടെ പിതാവ് ഒട്ടും ഉത്തരവാദിത്തമില്ലാതെ കുടുംബത്തോട് ഒപ്പം ജീവിക്കുന്ന ആളാണ്. അങ്ങനെ കുട്ടിയുടെ പിതാവ് അസം സ്വദേശി UP സ്വദേശിയിൽ നിന്നും 1000 രൂപ അഡ്വാൻസ് വാങ്ങുകയും 50,000 രൂപയ്ക്ക് കുട്ടിയെ വിൽക്കാൻ ധാരണയിലെത്തുകയും ചെയ്യുകയായിരുന്നു. UP സ്വദേശികൾ ഈരാറ്റുപേട്ടയിൽ താമസിക്കുന്ന ആളുകളാണ്. ഈരാറ്റുപേട്ടയിൽ താമസിക്കുന്ന ആളുകൾ ഭർത്താവ് UPയിലുള്ള ഭാര്യയും അടക്കം നാട്ടിലേക്ക് വിളിച്ചു വരുത്തി ഇന്ന് കുഞ്ഞുമായി മടങ്ങാനുള്ള ശ്രമമായിരുന്നു ഇവർ നടത്തിയിരുന്നത്. എന്നാൽ കൃത്യമായ രീതിയിൽ നാട്ടുകാർ ഇടപെട്ട് പോലീസ് ഇടപെട്ടതിനെ തുടർന്നാണ് ഈ പ്രതികളെ പിടികൂടുവാൻ സാധിച്ചത്. കുട്ടിയുടെ പിതാവിനെയും ഒപ്പം UP സ്വദേശികളായ 2 പേരെയും ഈ കുട്ടിയെ വാങ്ങാൻ ശ്രമിച്ച ആളെയും അതോടൊപ്പം ഇടനിലക്കാരായ ആളെയും കുമരകം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വൈകിട്ടോടുകൂടി ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ദ്വിഭാഷിയുടെ സഹായത്തോടെ ഈ പ്രതികളായ ആളുകളെ ചോദ്യം ചെയ്യുന്നത് പുരോഗമിക്കുകയാണ്. എന്തായാലും പോലീസും നാട്ടുകാരും കൃത്യമായി ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഈ കുട്ടിയെ രക്ഷിക്കാനായത്. അല്ലെ ഒരുപക്ഷെ കുട്ടിയെ UPയിലേക്ക് കടത്തിക്കൊണ്ടു പോകാനുള്ള നീക്കങ്ങൾ നടക്കുമായിരുന്നു. എന്തായാലും കൃത്യമായ ഇടപെടൽ പോലീസും നാട്ടുകാരും നടത്തി. എന്തായാലും കുമരകം പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ വിശദമായി പ്രതികളെ ചോദ്യം ചെയ്യുകയാണ്. ദിവ്യ, കുഞ്ഞിനെ 50,000 രൂപയ്ക്ക് വിൽക്കാനായിരുന്നു അസം സ്വദേശിയുടെ ശ്രമം. പക്ഷേ ആ ശ്രമം പരാജയപ്പെട്ടിരിക്കുന്നു. നാട്ടുകാരും അതുപോലെ തന്നെ പോലീസിന്റെയും കൃത്യമായ ഇടപെടലാണ് അതിന് കാരണമായത്. ജോസി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.